ഈ കച്ചവടക്കാരടുത്ത് പോയാലും നമ്മൾ ആരടുത്ത് പോയാലും ഈ പശു ഇതങ്ങനെ കറന്നു ഈ 4 കാമ്പും കറന്ന് നോക്കുക. അപ്പൊ എത്ര പാൽ ഇതിൽ വരും, എന്താണ് ഇത് ബലമുണ്ടോ ബലില്ലെന്ന് നോക്കാനുള്ള ഒരു പരിപാടി ഇതാണ്. നിങ്ങൾ പശു വളർത്തൽ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയും 1 or 2 പശു അല്ലെങ്കിൽ ഒരു ഫാം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രമിക്കണം. കഴിഞ്ഞ ഏതാണ്ട് 30 വർഷക്കാലമായിട്ട് പശു വളർത്തൽ രംഗത്ത് സജീവമായി നിൽക്കുകയും ഈ പശു വളർത്തൽ കൊണ്ട് മാത്രം ഒരു കുടുംബം പുലരുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗം അപ്പാടെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് നമ്മുടെ പ്രകാശേട്ടൻ. എല്ലാവർക്കും ഫാമിംഗ് മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴിയിലെ മേലേമുറിയിലാണ്. മേലേമുറിയിലെ പ്രകാശേട്ടനെയാണ് ഇന്ന് പശു വളർത്തൽ രംഗത്തെ കുറിച്ച് അറിയാനും പശു വളർത്തൽ രംഗത്തെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുതിയതായി ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ ഈ രംഗത്തുള്ളവരും തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. പശു വളർത്തൽ രംഗത്തെ കുറിച്ച് പരമ്പരാഗതമായിട്ടുള്ളതും ശാസ്ത്രീയമായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് അറിവുകളാണ് പ്രകാശേട്ടൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രകാശേട്ടനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രകാശേട്ട, ഫാമിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ആരുടെ ചോദിച്ചാലും പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയണത്. അവരോട് പ്രകാശേട്ടന്റെ 10-30 വർഷക്കാലത്തെ ഈ പശു വളർത്തൽ കൊണ്ട് മാത്രം ജീവിക്കുന്ന പ്രകാശേട്ടൻ എന്താ പറയാനുള്ളത്? എന്റെ അനുഭവത്തില് ഇതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കിലെടുക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ നമ്മളുടെ അധ്വാനമാണ് നമുക്ക് അതില് ലാഭം. ചാണകം കിട്ടും, പാല് കിട്ടും, വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മറ്റുള്ളവരെ ആശ്രയപ്പെടാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. അതെ. അപ്പൊ നമുക്ക് 8 പശുക്കളാണുള്ളത്. 8 പശുക്കളിൽ നമ്മൾ സ്ഥിരമായി 3 പശുക്കളെ കറക്കും. അത് അത്ര തന്നെയുള്ളൂ. 3 പശുക്കളിൽ നിന്ന് ചെനയായിരിക്കും. 3 പശു എന്നും കറന്നുകൊണ്ടിരിക്കും. 3 പശു എന്നും ചെന്നൈയിൽ ഇങ്ങനെ മാറിപ്പോന്നിരിക്കും. 3 പശുക്കളിൽ നിന്ന് സ്ഥിരമായിട്ട് വരുമാനം അതുകൊണ്ട് വേണം ഇവരെ ഞാൻ സംരക്ഷിച്ചു പോവാൻ. അതായത് ടോട്ടൽ ഏതാണ്ട് 3 പശുക്കളിൽ നിന്നായിട്ട് 30 ലിറ്റർ പാലാണ് ആവറേജ്. 40 ലിറ്റർ വരെ വരാം മഴക്കാലത്ത്, അല്ലെ? ഇതിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ ജീവിതവും ഇവരുടെ മറ്റേ പരിപാലനം മുഴുവൻ കഴിയുന്നത്. അപ്പോ 50-60 പശുവിനെ വളർത്തി നഷ്ടാന്ന് പറയുന്നവർ നഷ്ടാന്ന് അത് അതിനെ കുറിച്ച് അറിയാതെ വളർത്തുന്നതുകൊണ്ടാണോ? തൊഴുത്തിൽ നിന്ന് നമ്മൾ വിടാതെ ഈ പശു നമ്മൾ പുറത്തുള്ള ടീമുകളെ ആരെങ്കിലും ഏൽപ്പിക്കും. നമ്മൾ പൈസ മുടക്കും. അവര് ഈ പശുവിന് നേരാമണം വെള്ളം കൊടുക്കുന്നുണ്ടോ, കാലിത്തീറ്റ കൊടുക്കുന്നുണ്ടോ, അത് കൃത്യമായിട്ട് കാര്യമായിരിക്കും. കാരണം ഈ ഫാമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ 10 പശുക്കൾക്ക് കൂടുതലാവുമ്പോ പിന്നെ തൊഴുത്തുന്ന വിടില്ല. അപ്പൊ കാലിത്തീറ്റ കൊടുക്കണ്ടോന്ന് അറിയില്ല. പാല് കുറഞ്ഞു പറയുമ്പോ ഉടമസ്ഥൻ പറയും പശുവിന് തീറ്റ കുറച്ചോ. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോ അതൊരു വ്യത്യാസമായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ല, തൊഴുത്തുനിന്ന് വിട്ടു മേയ്ക്കുന്ന പശുവിനും തൊഴുത്തിൽ തന്നെ നിർത്തുന്ന പശുവിനും രണ്ടാണ്. അസുഖമായാലും പരിപാലനായാലും പാലായാലും. അതെ അല്ലെ. ഇപ്പൊ തൊഴുത്തുനിന്ന് വിടാതെ ഉള്ള ഒരു പശു ഞങ്ങളെ പോലുള്ളൊരു കർഷകന്റെ കയ്യിൽ കിട്ടാൻ ആ പശു പാല് കൂടും. എന്റെ പശുക്കൾ എന്ന് പറഞ്ഞ പറശ്ശുകാടും പാടവും ആയിട്ട് എത്തിയടുത്ത് പോകും. അവരെ ഇഷ്ടത്തിന് അവര് പുല്ല് തിന്നണു. അവര് കാടുകളിൽ കാണുന്ന അരുവികളിലെ വെള്ളം കുടിക്കുന്നു. ഒരു സുഖമായി ജീവിക്കുന്നു. ഇത് നമ്മളെ കൊടുത്തു, അത് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല എന്ന് പറയണ ടീമായിരിക്കും. ചിലപ്പോ ഏതെങ്കിലും അന്യനാട്ടിൽ നിന്ന് വരുന്ന ഒരു 2 കുപ്പിയൊക്കെ കഴിച്ച് കിടക്കണ അവന്റെ ഇഷ്ടത്തിനാണ് പശുവിന് വെള്ളം കൊടുക്കലുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഫാമുകളൊക്കെ പരാജയപ്പെടാം. അപ്പൊ നഷ്ടത്തിലുള്ളവരോട് എന്തെങ്കിലും പ്രകാശന് പറയാനുണ്ടോ? ഇന്നത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടാം എന്ന് അതിൽ പറയണ്ടോ? അവനവൻ അധ്വാനിച്ചാൽ ഒരു പശു വാങ്ങി 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്ത് 2 പശു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പശുവിനെ സംരക്ഷിച്ചെടുക്കേണ്ട കടമ അവനവന്റെയാണ്. ഇന്നാ പശു ദോഷം വരില്ല. ഒരു പശു മേടിച്ചാൽ 4 മാസമാണ് മുൻകറവ് കിട്ടുള്ളൂ. ഈ 4 മാസം കൊണ്ട് ആ പശുവിന്റെ ഒരു 10 ലിറ്റർ പാലുണ്ടെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ പിന്നെ അത് 6 ലിറ്റർ ആവാം, അല്ലെങ്കിൽ 8 ലിറ്റർ ആവാം, 5 ലിറ്റർ ആവാം. ചില പശു കുത്തി വെച്ചാൽ പിന്നെ തൊടാനായിട്ടില്ല, കറവ് പോവും. അങ്ങനെ വല്ല പശുക്കളും വന്നാൽ നമ്മള് ഫാൾട്ടാണ്. ആ കർഷകൻ കുടുങ്ങി. പശുവിനെ മാറ്റിയെടുക്കണം. പശുവിനെ മാറ്റിയെടുക്കണം. ഇപ്പൊ നമ്മള് വല്ല ബാങ്കിൽ നിന്ന് വായ്പയൊക്കെ എടുത്തു, ഒരു പശു അല്ലെങ്കിൽ 2 പശു മേടിച്ചു. ഈ പശു ചില പശുക്കൾ കുത്തി വെച്ചാൽ 28 ദിവസം കറവ് തരും. ചില പശുക്കൾ ഈ ബീജം അകത്ത് പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ടന്നെ അവൻ ചടങ്ങ് തുടങ്ങും. ശരി. ആ കയ്യും കാലം കൊണ്ട് തട്ടും കുത്തും. കുട്ടിയെ കുടിക്കാൻ അയക്കില്ല, അല്ലെങ്കിൽ കറക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ തൊഴിച്ചിരിക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരണ കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ കണ്ടു. എൻ്റെ ഈ 30 വർഷത്തിന് ശേഷം ഞാൻ അനുഭവത്തിലുള്ള എനിക്കൊരു ഇത്രയും അനുഭവം ഉണ്ടായിട്ട് എനിക്കൊരു ചതി പറ്റിയ കൃഷിയാണ്. എന്നിട്ട് ഒരു പശു മേടിച്ചു കൊണ്ടുവന്നു.
അതേപോലെ കുറ്റിന്നായിരുന്നു കൊണ്ടുവന്ന് പശു അമറി കഴിഞ്ഞപ്പോ ഞാൻ കുത്തിവെച്ചു. കുത്തിവെച്ച് 28ാമത്തെ ദിവസം തൊട്ട് പശു 6 ലിറ്റർ പാലുണ്ട്. പശു എന്നെ അടുക്കാനയക്കില്ല. ഓ, എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ കുറച്ചുനാൾ ഞാൻ മറക്കാൻ കൊടുക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ഒരു കുട്ടികളെ വേറെ വലിയവരാണെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കുള്ളൂ. പിന്നെ ഫോറസ്റ്റ് ഗാർഡിൽ വിടുന്നതല്ലേ, കൂട്ടത്തോടെ കൂടെ പോകുന്നും പറഞ്ഞ് 10 മാസം ഞാൻ അതിനെ സംരക്ഷിച്ച് ഞാൻ അതിനെ ഒഴിവാക്കി. ഓ, അടുത്തൊരു കർഷകനെ ചതിക്കാനല്ല ഞാൻ ഒഴിവാക്കിയത്, പക്ഷെ കൊല്ലാൻ കൊടുക്കാൻ വയ്യാത്തൊരു മനസ്സുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കി. ഓ, ശരി ശരി. ചിലപ്പോ പ്രസവം കഴിയുമ്പോ ചിലപ്പോ ശരിയാവാം. ചിലപ്പോ എന്റെ വീട് വിട്ട് വേറെ ഒരു വീട്ടിൽ ചെല്ലുമ്പോ ചിലപ്പോ ശരിയാവും. കറക്കാമായിരുന്നു, കാല് കെട്ടിയിട്ടും കൈ കെട്ടിയിട്ടും കറക്കണം. അതാണ് നമുക്കൊരു പ്രയാസം. അത് കറങ്ങിയിരുന്നു. പക്ഷെ നമ്മളത് കൊടുക്കുന്നതിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതലിന് വില കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായ തിരക്കല്ലേ ഈ സാധനങ്ങളെ ഇവിടെ നിർത്തി കറക്കാം. ആ സ്ഥാനത്ത് അങ്ങനെയുള്ള പശുവിനെയാണ് നമ്മൾ പോയി കൈകൊണ്ട് പോയി കാലും കയ്യിലും കൂച്ചാനുള്ള കയറ് കാണണം. അതന്നെ. പിന്നെ ഒരാള് പോരാ, 2-3 പേര് വേണ്ടിവരും. അതനുസരിച്ച് സാധാരണ ഒരു വീട്ടിലൊന്നും നിർത്താൻ പറ്റില്ല പശുക്കളെ. അങ്ങനെയുള്ള കഴിയണ പരമാവധി അങ്ങനെയുള്ള പശുക്കളെ ഇതിൽ വന്ന് ഒഴിവാക്കുക. പക്ഷെ ഞാൻ എൻ്റെ ഒരു പശുവായിട്ടുള്ള ഒരു അടുപ്പവും അവരോട് ഇത്തിരി കൂടുതലൊരു വാത്സല്യം ഉണ്ടാവുകൊണ്ട് ഞാൻ ഇറക്കാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അതൊരു കർഷകന് ചെയ്യരുത്. എന്താ വെച്ചാൽ ഞാനോ ചെയ്തത് തെറ്റാണ്, ഒരുത്തനെ ചതിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും. പക്ഷെ അത് അടുത്തൊരു കർഷകൻ, അങ്ങനെ ഒരു കർഷകൻ വരികയാണെങ്കിൽ അവൻ ഫാൾട്ടിലാണ് വരുള്ളൂ. പിന്നെ ഒരു 3 പ്രസവം 4 പ്രസവം കഴിഞ്ഞാൽ പശുവിനെ കൊടുക്കണം. ഒരു 3 പ്രസവം കഴിഞ്ഞാൽ 4ാമത്തെ പ്രസവം അത്രയും ആരോഗ്യമുണ്ട്, നല്ല കൊച്ചാണ്, അത്രയും പാല് കിട്ടുന്നുള്ള പശുവാണെങ്കിൽ മാത്രം നമ്മൾ വീട്ടിൽ നിർത്തുക. അല്ലെങ്കിൽ 3 പ്രസവം കഴിഞ്ഞാൽ ഗുരുവിനെ മാറി എടുത്താലാണ് ഉൽപാദനം ഉണ്ടാവുള്ളൂ. അതും കഴിയുന്നതും കച്ചവടക്കാരുടെ കയ്യിൽ നിന്നോ പുറത്ത് പോയിട്ടോ പശു എടുക്കുകയാണെങ്കിൽ ഒരു 7 മാസം ചെനോട് കൂടെ എടുത്തിട്ട് വരികയാണെങ്കിൽ ഒരു 3 മാസം കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൊണ്ട് ഇണങ്ങും. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് പശുവിനെ എടുത്തിട്ട് വരുന്നവരൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ്. അതാണ് കൊഴിഞ്ഞാമ്പാറ മറ്റേ അതൊരു വലിയ ഫാൾട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ പ്രസവിച്ചു ശേഷം വരുന്നത് ടൈലേരി ഉണ്ടായിരിക്കും. വേറെ ഈ പശുക്കൾക്ക് യാതൊരു ഇതും തീറ്റെടുക്കായ്മ പല അസുഖം ഉണ്ടാവും. ഇതറിയില്ല. അത് നമ്മുടെ തൊഴുത്തിലെ എണ്ണത്തിനെ കൂടി ബാധിക്കും. ഒരു 7 മാസം ആയി കഴിഞ്ഞാൽ 7 മാസം 8 മാസത്തിന്റെ ഉള്ളിൽ വിലയില് വ്യത്യാസം വരും. ചിലപ്പോ ചിലതൊരു വിഡിതരുണ്ട്. ഈ പശു 4 കാമ്പിലും ചിലർക്ക് നീരടിച്ച് പോയിട്ടോ വില കേടുണ്ടോന്നും നമുക്കറിയില്ല. അങ്ങനെ വല്ലതും വന്നാൽ ഫാൾട്ടാണ്. ഈ പശുവിനൊക്കെ നമ്മള് മറ്റേ ഈ മെഷീനോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ ഉപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ പോകുമ്പോ ഇതിനൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവും. എല്ലാറ്റിനും ഗ്യാരണ്ടിയാണ്. ഏത് കടയിൽ നിന്ന് എന്ത് വാങ്ങിയാലും എല്ലാറ്റിനും ഗ്യാരണ്ടിയാണ്. പശുവിന് ഒരു ഗ്യാരണ്ടി ഇല്ല. പശുവിനെ എടുക്കുമ്പോ നമ്മൾ അത്ര വേണ്ടപ്പെട്ട കച്ചവടക്കാരാണെങ്കിൽ പറയും ഈ പശു കൊണ്ടുപോയി ഇത്ര ലിറ്റർ പാല് കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഞാൻ മറിച്ച് തരാം. ഞാൻ പലർക്കും ഞാൻ എന്റെ കൂട്ടുകാർക്ക് അങ്ങനെ മേടിച്ചു കൊടുക്കാറുണ്ട്. ഇതുവരെ ദോഷമൊന്നും വന്നില്ല. ചതിക്കപ്പെട്ട കർഷകർ ഒരുപാടുണ്ട് നാട്ടില്. അങ്ങനെയുള്ള ആൾക്കാർ അതനുസരിച്ചിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ശരി. ഇപ്പൊ നമ്മളിവിടെ പശുവിന് കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാ പ്രധാനമായിട്ട്? നമ്മുടെ ഈ വളർത്തൽ രീതിയെ കുറിച്ച് എങ്ങനെയാ ഒന്ന് പറഞ്ഞു? എന്റെ വളർത്തൽ രീതി പറഞ്ഞാൽ ഞാൻ കഴിവൻ പരമാവധി എലൈറ്റ് കാലിത്തീറ്റയാണ് ഞാൻ ഉപയോഗിക്കുള്ളൂ. അത് കേരള ബീഡ്സിന്റെ അത് എലൈറ്റ് ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുള്ളൂ. നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് മിടുക്കി ഇടുക നിൽക്കുള്ളൂ. അതും കേരള ബീഡ്സിന്റെ തന്നെയാണ്. പിന്നെ കേസ് ഞാൻ കൊടുക്കാൻ നിൽക്കില്ല. കേസില്ല. മറ്റേതിനും ഇല്ല. അതായത് കറക്കുന്ന പശുവിനും പശുവിനും കൊടുക്കില്ല, കറക്കാത്ത പശുവിനും കൊടുക്കില്ല. അത് എലൈറ്റ് കാലിത്തീറ്റ കേസ് കൊടുക്കില്ല എന്ന് പറയാൻ കാരണം കേസ് കൊടുക്കുമ്പോ അതിൽ യൂറിയുടെ അംശം കൂടുതലുണ്ട്. പശുക്കൾക്ക് പാലുൽപാദനം കൂടും, പശു ക്ഷീണം ഉള്ളത് മുഴുവൻ ഊറ്റിയെടുക്കും. അതാണ് ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളുടെ പശുക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ശരാശരി ഒരു മീഡിയം നോട്ടത്തിൽ കൊണ്ടുപോകുന്ന പശുക്കളാണ്. ഏത് വെയിലത്ത് വിട്ടാലും അവര് മേയും. തണലത്തിലാണെങ്കിൽ തണലത്ത്, വെയിലത്താണെങ്കിൽ വെയിലത്തെന്നും പറഞ്ഞിട്ട് ജീവിക്കണതാണ്. എനിക്ക് പശു വളർത്തൽ ലാഭം പറഞ്ഞാൽ ഞാൻ ഫോറസ്റ്റ് കാട്ടിൽ കയറ്റി അവരെ അഴിച്ചു വിടും. വേനൽക്കാലാണ് എനിക്ക് കാര്യമായ സംരക്ഷണം വേണ്ടു. വർഷക്കാലത്ത് അവർക്കുള്ള ഇര അവരെന്നെ വയറ് നിറച്ചോളും. നമ്മളെ കുറച്ച് കേസോ വെള്ളം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡിനോട് താല്പര്യമാണ്. അതുകൊണ്ടാണ് കൂടുതലും ഇതാവാൻ കാരണം. അല്ല, എത്ര മണിക്കൂർ? അപ്പൊ നമ്മള് ഇപ്പൊ വേനൽക്കാലാണല്ലോ, ഇപ്പൊ നമ്മളിപ്പോ പശുവിനെ വിട്ടാക്കുന്നില്ല, ഇല്ല, പുറത്തേക്ക് വിടില്ല, പൂർണ്ണമായും തൊഴുത്തില്. ഇപ്പൊ പൂർണ്ണമായും തൊഴുത്തില് നിർത്തുമ്പോ രാവിലെ ഇന്ന തീറ്റ കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ഇന്ന തീറ്റ കൊടുക്കുന്നു, വൈകുന്നേരം ഇന്ന തീറ്റ കൊടുക്കുന്നു, അങ്ങനെ പറയാൻ പറ്റുമോ? ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് രാവിലെ
ഒരു 9 മണിയുടെ മുന്നേ വൈക്കോലുകൾ കൊടുത്ത് നമ്മൾ പശുവിനെ ഫുള്ളാക്കി കൊടുത്തതിന് ശേഷം ഒരു 10-11 മണിയോട് കൂടെ അവർക്കുള്ള വെള്ളം കൊടുത്തിട്ട് പിന്നെ അയ വെട്ടാനാണ് ടൈം കൊടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഈ ചൂട് കാലത്തെ ടെമ്പറേച്ചർ കുറയാൻ കുറെ അയ വെട്ടി കഴിഞ്ഞാൽ കുറെ നല്ലതാണ്. പിന്നെ വൈകിട്ട് പറഞ്ഞ ഒരു 6 മണിക്ക് ശേഷമാണ് പിന്നെ കുറച്ച് വെള്ളം എന്തെങ്കിലും കൊടുത്തതിന് ശേഷം തീറ്റ കൊടുക്കുള്ളൂ. ശരി. അപ്പൊ അവര് കഴിച്ച ഭക്ഷണം അവർക്ക് ദഹിക്കാനുള്ള ഇത് നമ്മളവിടെ കാണണം. അയ വെട്ടാനുള്ള സമയം കൊടുക്കണം. അത് കൊടുത്താലാണ് പിന്നെ ഈ പാലുൽപാദനം ക്ലിയർ ആവുള്ളൂ. അതേപോലെ ചില ടീമുണ്ട് കണ്ടമാനം കേസ് വാരും വെള്ളത്തിലിടും. എന്നിട്ട് ഇതിങ്ങനെ കലക്കി കൊടുക്കും. ശരിക്കും പറഞ്ഞ കേസ് വെള്ളത്തിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലര് പാത്രത്തിലാക്കി വെക്കാം, ചിലർ ആ പുൽത്തൊട്ടി തന്നെ കൊണ്ടുപോയിട്ട് തട്ടുക ചെയ്യാം. ഞാനൊക്കെ പുൽത്തൊട്ടി തന്നെ ഇവിടെയാണെങ്കിൽ ഇവിടെ ഇട്ട് ഒരു ചാക്കിടും, അവിടെ വാരി ഇടും. അവര് തിന്നോളൂ അത് എടുത്തിട്ട്. അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവര് പച്ചവെള്ളം കുടിച്ചോളൂ. അല്ലെങ്കിൽ നമ്മളിവിടെ കുറച്ച് വീട്ടിൽ നിന്ന് ഈ വീട്ടുവെള്ളം കിട്ടുന്നുണ്ട്, അപ്പൊ അത് അവർക്ക് കൊടുക്കും. ശരി. അല്ലാണ്ട് വേറെ മെയിനായിട്ടുള്ള കാലിത്തീറ്റ കലക്കിയിട്ടുള്ള വെള്ളം കൊടുക്കരുത്. കാലിത്തീറ്റ കലക്കി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണം കിട്ടില്ല. അത് ഇതിന്റെ ഉള്ളിൽ 2 അറയുണ്ട്. ഈ ഓരോ അറകളിലും ചെല്ലുമ്പോ അതിന് വേണ്ടതിയുള്ള കൈകാര്യം ചെയ്യാൻ വെള്ളത്തോട് കൂടെ പോകുമ്പോ എന്തായാലും നമുക്കത് ലൂസായിട്ടുള്ള എല്ലായിടത്തേക്കും കിട്ടില്ല. അതിന്റെ പോഷക ഘടകങ്ങൾ പശുവിന്റെ ആവശ്യത്തിന് ശരീരത്തിലേക്ക് കിട്ടില്ല. ശരി. നമുക്ക് നമ്മുടെ പശുവിന് പ്രധാനമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുവരാറുണ്ടോ? ഇല്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് അപൂർവം കുത്തിവെക്കാൻ മാത്രമാണ് ഞാൻ ഡോക്ടറെ സമീപിക്കാറുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും ഞാൻ തന്നെ ട്രീറ്റ്മെന്റ് ആണ്. അതെ, നാടൻ ചികിത്സകളാണോ? നാടൻ ചികിത്സ. അസുഖങ്ങളും അതിന് കൊടുക്കുന്ന ചികിത്സകളും പറഞ്ഞു തരുമോ? മടിവീക്കം വരികയാണെങ്കിൽ മലവിക്കി, പഴംപുള്ളി, പിന്നെ തൊട്ടാവാടി, നമ്മുടെ ഈ മുള്ളു കുത്തുന്ന തൊട്ടാവാടി, ഇതെല്ലാം കൂടി അരച്ച് ഒരു ദിവസത്തിൽ ഒരു 5-6 പ്രാവശ്യം പുരട്ടും. കോവലിന്റെ ഇല, കറ്റാർവാഴ, പച്ചമഞ്ഞള്, നമ്മുടെ ആര്യവേപ്പിന്റെ ഇല, 2 പേരക്കുനിണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളതിനെ ക്ലിയർ ആക്കും. പിന്നെ കുളമ്പ് കേട് വരുന്ന കാര്യം ഇതൊക്കെ അരച്ച് പുരട്ടും. 2 നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പശുവിന് ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കൊച്ചുങ്ങളെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണോ അതേപോലെ തൊഴുത്തുനിന്ന് പോരില്ല. അവിടെയാണ് നമുക്കുള്ള മാറുന്ന വരെ നമ്മള് പൂർണ്ണമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് എനിക്കൊരു വിജയം ഇതുവരെ എത്തിയാർക്കണേ. ഈ പരിസ്ഥലം മുഴുവൻ കുളമ്പ് കേട് വന്നു, ഇവിടേക്ക് എത്തിയില്ല, നമ്മുടെ തൊഴുത്തിലെത്തിയില്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ പശുവിനെ ചേറിൽ കൊണ്ടുപോയിട്ട് കെട്ടും രാവിലെ നേരം. അത് കഴിഞ്ഞ ഇവിടെ വീട്ടിൽ വരുമ്പോ പുളിവെള്ളം, ഈ പുള്ളിയുടെ അല്ലെങ്കിൽ കാട്ടുതകര, പിന്നെ ആനത്തകര, അങ്ങനെയുള്ള തകരകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചില ചെടികൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാ ഒരു തകരച്ചെടി നിൽക്കുന്നു. ഇങ്ങനെയുള്ളതൊക്കെ കാട്ടിയിട്ട് ഞങ്ങള് വെള്ളം വെച്ചൊഴിക്കും. അപ്പൊ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ ഞങ്ങളുടെ ഭഗവാന്റെ ഭാഗ്യം കൊണ്ടാണോ അറിയില്ല, ഇതുവരെ വലിയ കേടൊന്നും വന്നിട്ടില്ല. അല്ല, നമ്മൾ ഈ കുളമ്പ് രോഗം തടയാൻ വേണ്ടി നമ്മൾ ചെയ്ത സൂത്രവിദ്യയാണ് ഇതൊക്കെ. അതെ. ഏത് ഈ കുരലുടപ്പിന്റെ അസുഖം വരികയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ നെല്ല് വായല് വെച്ചിട്ട് അങ്ങനെ അരങ്ങി കൊടുക്കും. പിന്നെ അതിനുള്ള നമ്മുടെ പശുവിന് കൊടുക്കണ കോഴി സൂപ്പ് കൊടുക്കണ മരുന്നുകളെല്ലാം കൂടി ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അതിന് കൊടുക്കും. കുരുമുളക്, ചുക്ക്, ഈ പിന്നെ മുരിങ്ങയുടെ കൂമ്പ്, വേപ്പിന്റെ ഇല, അത്യാവശ്യം ഈ തൊണ്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ നീറാനും ഈ പശുവിന് ഒരു ക്ലിയറായ എല്ലാ ഇതും കിട്ടാന്നുള്ള ലെവൽ പോലെയുള്ള നാടൻ മരുന്നുകൾ കൊടുക്കും. ഓക്കെ. പിന്നെ ഡെലിവറി സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ തീറ്റയുടെ ഭാഗമായിട്ട് വരണാണോ? അതല്ല, അത് ചില പശുക്കൾക്ക് ഇപ്പൊ ചിലര് പറയും പശു പ്രസവിച്ചു, കാര്യമായിട്ട് പശുവിന്റെ ചവറ് വീണില്ല, ഡോക്ടറെ വിളിക്കണം എന്നൊക്കെ പറയും. ഈ പശുവിന് ആവശ്യമായ വെള്ളം നമ്മൾ ആ പശുവിന് കൊടുക്കൽ കുറയുന്നൊരു സാഹചര്യത്തിൽ ഈ പശുവിന് ഈ ചവറ് വീഴാൻ താമസം വീഴും. ഒരു പശു പ്രസവിച്ച 3 മണിക്കൂറിന്റെ ഉള്ളിലാണ് മെയിനായിട്ട് ഇത് പൊട്ടി കിഴിപ്പിട്ട് പോരേണ്ടത്. അത് ചിലത് ഈ ചൂട് കാലാണെങ്കിൽ ചിലപ്പോൾ ഒരു 8 മണിക്കൂർ വരെ വരാം വെയിറ്റ് ചെയ്യണം. പക്ഷെ ഒരു 5 ലിറ്റർ 6 ലിറ്റർ വെച്ച് വെള്ളം കുറേശ്ശെ അങ്ങനെ പശുവിന് കൊടുത്തിരിക്കണം. അല്ലാണ്ട് പശു പ്രസവിച്ചു ഈ ചവറ് വീണിട്ടാണ് പശുവിന് ഞാൻ വെള്ളം കൊടുക്കുള്ളൂ എന്ന് പറയാൻ പാങ്ങില്ല. പശു തിന്നണ എന്ത് ഇതുണ്ടെങ്കിലും വയറ് ഫുള്ളാക്കാണ്ട് കൊടുത്തിരിക്കണം. നമുക്ക് ഈ നമ്മുടെ പാലിന്റെ വിപണനം എങ്ങനെ, നമുക്ക് എത്ര ലിറ്റർ പാല് നമുക്ക് ഈ 3 പശുക്കളിൽ നിന്നായിട്ട് ഇപ്പൊ നിലവിൽ കിട്ടുന്നുണ്ട്?
ഇപ്പൊ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പശു ഒരു 8 ലിറ്റർ പാലാണ് ഇപ്പൊ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഏതാ പശു ഇത്? ആ HF ക്രോസ്. HF ക്രോസ്. ക്രോസ് അല്ലേ ഇത്? ക്രോസ് ആണ്. പിന്നെ ഇപ്പൊ ഈ പശുക്കുട്ടിയാണ് ഇപ്പൊ 6 ലിറ്റർ മേലേക്ക് 5-6 ഉള്ളിലായിട്ടുള്ള ഒരു മുല അതിന്റെ കൊച്ചിന് കൊടുത്തിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ ഇതാണ് ഇപ്പൊ കറവ് നിർത്താറായി 7 മാസം. 7 മാസം പൂർത്തീകരിക്കുന്നു. അപ്പൊ ഈ മാസത്തോട് കൂടെ ഉള്ള കറവ് നിർത്തിയേ പറ്റൂ. അതിപ്പോ ഒരു 4 ലിറ്റർ പാലുണ്ട്, 4-5 എന്നും പറഞ്ഞ് കിട്ടുന്നുണ്ട്. ശരി. ഇപ്പൊ മൊത്തം എല്ലാം കൂടി ഒരു 15 ലിറ്റർ പാലാണ്. 15 ലിറ്റർ പാല് രാവിലെയും ഒരു 15-17 ലിറ്ററോളം ഉണ്ടാവും രാവിലെ. അതില് നമ്മള് എവിടെയാണ് പാല് കൊടുക്കണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പാലിന്റെ വിപണനം? ഞാൻ എന്റെ പരിസര നിവാസികൾക്ക് പകുതി കൊടുക്കുന്നുണ്ട്, പകുതി സംഘത്തിൽ കൊടുക്കുന്നുണ്ട്. ശരി. നമുക്ക് സംഘത്തിൽ കൊടുക്കുമ്പോ എത്ര രൂപ കിട്ടുന്നുണ്ട് പാലിന്? സംഘത്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് വെച്ചാ ഇളം പാലായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 40 രൂപ 45 രൂപയാണ് കിട്ടുള്ളൂ. ആ പശുവിന്റെ കറവ് പോവാണ് സാഹചര്യം വരികയാണെങ്കിൽ 50 രൂപ 52 രൂപ. ഈ ഫാറ്റും SNF കുറയുന്നുണ്ട് എല്ലാ സമയത്തും? കുറയും. ഇപ്പൊ ചൂട് കാലാണ്. ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ 45 രൂപ 47 രൂപയുടെ പുറത്തൊരു മനുഷ്യൻ 40 രൂപയുടെ പുറത്തേക്ക് അപൂർവ ടീമിനാണ് ഇപ്പൊ മാക്സിമം 45 രൂപ. അതിൽ പുറത്ത് കർഷകർക്ക് പിന്നെ കിട്ടും. ഈ കറവ് നിൽക്കാറായി പോയ പശുവിന്റെ പാല് മാത്രം കൊണ്ടുപോയി 55 രൂപ കിട്ടും. ജയ്സർ മാത്രം അതിന്റെ മാത്രം കൊണ്ടുപോയി ആ സ്ഥാനത്ത് അതിന്റെ പാല് കൂട്ടി കൊണ്ടുപോയാൽ 43 രൂപ 42 രൂപ. സ്വതവേ HF പാലിന് കനം കുറവാണ്. അത് ഞാൻ സാമ്പിൾ നോക്കി. ഞാൻ ഈ 8 പശുവിന്റെയും പാല് ഓരോ നേരം ഓരോ പാത്രത്തിൽ മാറി കറന്ന് കൊണ്ടുപോയി ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്താണ്. എന്താ വെച്ചാൽ എന്നിട്ടാണ് ഞാൻ അവരോട് വഴക്ക് കൂടുതൽ അവിടെ നിർത്തി. അതെ, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ മനസ്സിലായി. അപ്പൊ നമ്മൾക്ക് അറിവ് കിട്ടിയത് കൊണ്ട് മറ്റുള്ളവരെ ആരെയും ചീത്ത പറയുമ്പോൾ പറയും ഞാൻ അതിന്റെ ഇതാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കാൻ നിൽക്കാറുണ്ട്. അതെ. അല്ലാതെ നമ്മൾ തന്നെ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഓരോ ഇനത്തിന്റെയും ഫാറ്റ് എത്രയുണ്ട്, SNF എത്രയുണ്ട്, അപ്പൊ ഇത്ര SNF വരുമ്പോ ഇത്ര രൂപ കിട്ടും എന്നത് ആദ്യം കർഷകർ പഠിക്കണം. വെറുതെ പശുവിനെ പറ്റി എന്തെങ്കിലും അറിയണ ടീമാണ് പശുവിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഞാൻ ഇതേപോലെ ഈ പശുക്കളെ എന്റെ കൂട്ടുകാർക്കായാലും അതേപോലെ അത്യാവശ്യം വേണ്ടപ്പെട്ട ആരെങ്കിലും പറഞ്ഞ ഞാൻ തമിഴ്നാടോ നമ്മുടെ പരിസരത്തോ അവിടെയൊക്കെ പല കർഷകരായിട്ട് ഇതായിട്ട് ഞാൻ പോയി മേടിച്ചു കൊടുക്കാറുണ്ട്. വേറെ പ്രതിഫലം കണക്ക് കൂട്ടിയിട്ടല്ല. ആ പോകുമ്പോ എനിക്ക് അതിന്റെ ഒരു അറിവും കൂടി കിട്ടില്ല. അതന്നെ നമ്മൾ ഈ പുറത്ത് പാല് കൊടുക്കുന്നു പറയല്ലോ, നമ്മുടെ അയൽവക്കം വീടുകളിലൊക്കെ ഇപ്പൊ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ പകുതി ഏതാണ്ട് 2 നേരം കൂടി 30 ലിറ്റർ പാലാണല്ലോ നമുക്ക് കിട്ടണേ. അതിൽ 15 ലിറ്ററോളം നമ്മൾ പുറത്തു പോകുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് തൊഴിൽ തുടങ്ങിയിട്ട് പണ്ടാരമ്പലം വരെ ഞാൻ ഈ ബിസിനസ് ഉണ്ട്. 2 നേരവും? ഒരു നേരം 2 നേരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു നേരം ആക്കിയെന്ന് വെച്ചാൽ 2 പശു കറവ് നിർത്തുകൊണ്ട് ഉച്ചക്കിലത്തെ സൊസൈറ്റി കൊടുത്തേ പറ്റൂ എന്നുള്ളത്. ഞാൻ രാവിലെ മാത്രമാണ് ഹോൾസെയിൽ കൂടുതൽ പോകുന്നുള്ളൂ. അല്ലേ? അപ്പൊ എത്ര രൂപയായിട്ട് നമ്മൾ പുറത്ത് പാല് കൊടുക്കണേ? ഞാൻ പുറത്ത് പാല് 55 രൂപ വെച്ചിട്ട് ഒരു വീട്ടിലേക്ക്. ഒരു ലിറ്ററിന് 55 രൂപ. എനിക്ക് തോന്നുന്നു അങ്ങനെ പുറത്തു കൊടുക്കുന്നതിൽ ഏറ്റവും പൈസ കുറച്ച് കൊടുക്കുന്ന ഒരാളാണ് പ്രകാശേട്ടൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നിരന്തരമായി ഇങ്ങനെ കർഷകരുടെ അടുത്ത് പോയി വീഡിയോ എടുക്കുകയും അവരുടെ ഇതുപോലുള്ള അനുഭവങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഏതാണ്ട് ഒരു 60 മുതൽ 68 രൂപ വരെ പുറത്ത് പാലിൽ സൊസൈറ്റി ഏത് രീതിയിൽ വില ഉണ്ടോ ആ സൊസൈറ്റിയുടെ ആ റേറ്റ് ആണ് ഞാൻ എടുക്കുന്നുള്ളൂ. സൊസൈറ്റിക്കാർ പുറത്തു കൊടുക്കുന്ന ലോക്കൽ സെയിൽ കൊടുക്കുന്ന വിലയാണ് ഞാൻ എടുക്കുന്നുള്ളൂ. 55. അത് 1-2 കുടുംബം മാത്രമാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ള ഇതുള്ളത്. ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. പക്ഷെ എന്നാലും ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാ നമ്മൾ ഇതിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റുക? ശരി. ഇപ്പൊ ചേട്ടനാണ് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്, നമ്മളൊരു കുടുംബമായി പോയില്ല. അതേപോലെ 1-2 ടീം മാത്രം പുറത്തുനിന്ന് വന്ന് പാല് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഞാൻ അവിടെ എത്തിക്കുകയാണ്, എത്തിച്ചു കൊടുക്കണം. വീട്ടിലെ എല്ലാവരും ഗേറ്റുമ്പോ തൂക്കും. തിരിച്ചു വരുമ്പോ ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വരും. ടീച്ചർമാരും മാഷ്മാരും പ്രായമായ ടീമുകളാണ്. പൈസ ഇപ്പൊ എത്ര പറഞ്ഞാലും കൂട്ടിത്തരും. പക്ഷെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ശരി. ഇപ്പൊ ഒരു പശുവിന്റെ ഒക്കെ വില ഇപ്പൊ എത്രത്തോളം ഉണ്ട്? 10 ലിറ്റർ പാലുള്ള ഒരു പശു കിട്ടണമെങ്കിൽ ചുരുക്കം ഒരു 80 രൂപ വേണം കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ. അത് 10 ലിറ്റർ പാലിന് 80 രൂപ കണക്കാക്കണം. അത് ഏത് ബ്രീഡായാലും, HF ആയാലും ജേഴ്സി ആയാലും, ഏത് ഐറ്റത്തിൽപ്പെട്ട പശു ആയാലും ഏതായാലും അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു പശുവിന്. പക്ഷെ 10 കിട്ടില്ല. 10 ലിറ്റർ ഉണ്ടെന്ന് പറയും. നമ്മുടെ വീട്ടിൽ വരുമ്പോ ചിലപ്പോ 5 ആവാം, ചിലപ്പോ 7 ആവാം, ചിലപ്പോ
3 ലിറ്റർ അതാണ് എല്ലാ കർഷകരും പറയുന്ന ഒരു കാര്യം. അതാണ് കച്ചവടക്കാരുടെ അടുത്തുനിന്നോ ചന്തയിൽ നിന്നോ പോയിട്ട് പശുവിനെ ഇത്ര ലിറ്റർ കിട്ടും എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ തൊഴുത്തിലെത്തുമ്പോൾ പാലില്ല. പക്ഷെ അത് എടുക്കാൻ അറിയണവൻ പോയി പശു എടുക്കുകയാണെങ്കിൽ ആ ഫാൾട്ട് വരില്ല. എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സാധാരണ പ്രകാശേട്ടൻ ആളുകളുടെ കൂടെ ഈ ഒരു പശുവിനെ പറഞ്ഞ ഈ ഒരു പശു, ഇതിന്റെ കൊമ്പ്, ഈ പശുവിന്റെ ചെവിയുടെ നീളം, അതേപോലെ പശുവിന്റെ മുഖത്തൊരു ലക്ഷണം, പിന്നെ ഈ പശുവിന് ചുഴികളുണ്ട് വാലില്, നടുമുതൂത്ത്, ഈ 2 കപ്പലകളുടെ കൂട്ടില് ഇങ്ങനെയുള്ള ചുഴി കുറ്റങ്ങളൊക്കെ നോക്കിയിട്ടാണ് പശു എടുക്കുക. ശരി. അങ്ങനെയുള്ള പശുക്കളെ നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിലും ആ പശുവിന്റെ വാലിറക്കം, ആ പശുവിന്റെ നീളവും, ആ പശുവിന്റെ ആരോഗ്യസ്ഥിതിയും കൂടി നോക്കിയെടുത്താൽ വലിയ കാര്യമായിട്ട് ഫാൾട്ട് വരാനില്ല. പശുവിന്റെ തോല് നമ്മൾ പിടിച്ചു നോക്കണം. പശു പോയി ഇങ്ങനെ കണ്ടു, ആ പശുവിനെ കണ്ടു എടുത്തു കഴിഞ്ഞാൽ തോല് പിടിച്ചു നോക്കി നമുക്ക് എന്തായാലും അറിയാം. തോല് ഏറ്റവും നേരിയ കനം കുറവുള്ള പശുവാണെങ്കിൽ പാല് കൂടുതലുണ്ടായിരിക്കും. പാല് കുറവായിരിക്കും, കൂടുതലായിരിക്കും. ശരി. ഇത്രയും ഇതാണ്. അതും പശുവിന് ഈ നാടികളുണ്ട്, ഒറ്റ നാടിയുണ്ട്, അതേപോലെ അങ്ങനെ നല്ല വിരിഞ്ഞ് കനത്തിൽ പോകുന്ന ഐറ്റം പശുക്കളുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ അവിടെ കാണാം. ശരി. ഏത് പരിചയ സമ്പത്ത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ? ഒരാൾ പെട്ടെന്ന് ഒരാളടുത്ത് പറഞ്ഞു കൊടുത്താൽ പോലും അവര് പോയി പശുവിനെ വാങ്ങാൻ പോയി ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല. അല്ലേ? കാലങ്ങൾ അനുഭവങ്ങൾ. ഇപ്പൊ നമ്മൾ വിത്ത് എറിയുമ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എറിയുകയാണെങ്കിൽ 8 വിത്ത് എണ്ണി എറിയണത് കൊണ്ട് ഇങ്ങനെ പിടിച്ച് വീശി എറിയുമ്പോൾ ആ വ്യത്യാസം വരും. അതില് പോലെയാണ് ഈ പശുവിന്റെ ഫീൽഡിൽ നമ്മൾ ഇറങ്ങായാലും. ഇപ്പൊ കൃഷിപ്പണി നഷ്ടം എന്ന് പറയും. കൃഷിപ്പണി നഷ്ടമൊന്നുമില്ല. ഇതേപോലെ നമ്മൾ അധ്വാനിക്കണം. അല്ലാണ്ട് ആളെ പുറത്തുനിന്ന് വെച്ച് അധ്വാനിച്ച കൃഷി ആയാലും പശു ആയാലും ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും നഷ്ടമായിരിക്കും. പശുക്കളെ എടുക്കുമ്പോൾ എത്ര പ്രസവമായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? ഒരു പശുവിനെ എടുക്കുന്നു, പശുവിനെ എടുത്ത് കച്ചവടക്കാരൻ പറയാണ് 2ാമത്തെ പ്രസവമാണ്, അടിഞ്ഞൂലാണ് എന്ന് പറഞ്ഞിട്ട് തരുമ്പോ നമ്മൾക്ക് കൂടി ഒരു ബോധ്യപ്പെടണല്ലോ. കൊമ്പിന്റെ കെട്ട് നോക്കിയാലും ഏകദേശം അറിയാം. പിന്നെ 1.5 വയസ്സ് പല്ല് നോക്കിയാലും അറിയാം. 1.5 വയസ്സ് തികയാതെ ഒരു പശുക്കുട്ടിയുടെ പല്ല് പറയില്ല. ഒരു 13 മാസമെങ്കിലും കഴിയാതെ പറയില്ല. ഒരു പല്ല് പറയില്ല. അടുത്ത പല്ല് ചിലപ്പോ അത് നോട്ടുള്ള പശുക്കുട്ടിയാണെങ്കിൽ അവളുടെ അടുത്ത പ്രസവം കഴിയുന്ന സമയത്തേക്കാണ് ആ പല്ല് പറയുള്ളൂ. കഴിഞ്ഞ 30 വർഷക്കാലത്തെ പശു വളർത്തൽ ജീവിതത്തിലെ അനുഭവങ്ങളും അറിവുകളും ഫാമി മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പച്ചയായി അവതരിപ്പിക്കുകയാണ് പ്രകാശേട്ടൻ ഈ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. പുതിയതായി ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു തർക്കവും വേണ്ട, ഏത് സമയത്തും എടുത്തു കാണാൻ കഴിയുന്ന ഒരു വീഡിയോ ആയിട്ട് ഈ വീഡിയോ മാറിയിട്ടുണ്ട്. കാരണം ഇതുവരെ ആരും പറയാത്ത നിരവധിയായിട്ടുള്ള പശു അറിവുകളാണ് ഈ വീഡിയോയിലൂടെ പ്രകാശേട്ടൻ പങ്കുവച്ചിരിക്കുന്നത്. പശുക്കളെ വാങ്ങാൻ അറിയാത്തവർക്ക് പോലും അവരോടൊപ്പം കൂടെ പോയി പശുവിനെ വാങ്ങാൻ സഹായിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രകാശേട്ടൻ ലാഭേച്ഛയില്ലാതെ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ള കർഷകരിൽ നിന്ന് വ്യത്യസ്തമാക്കി പ്രകാശേട്ടനെ നിർത്തുന്ന ഒരു ഘടകം കൂടിയായി നമ്മൾ കാണുന്നത്. പശു വളർത്തൽ നഷ്ടമാണെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആളുകൾ പ്രകാശേട്ടനെ ഏതാണ്ട് 10-30 ലിറ്റർ പാല് പശുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നുകൂടി ഈ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ കൃഷി അറിവുകൾ അവസാനിക്കുന്നില്ല. ലാഭകരമായ കൃഷിയിലേക്ക് കർഷകരെ നയിക്കുന്നതിനുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലെയുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അറിവുകൾ പകരുന്ന ഏറ്റവും മികച്ച കാർഷിക വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.